എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ. ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളീയ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് മത്തലിശ്ശേരി. മത്തങ്ങ കൊണ്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. കൂടാതെ മത്തയുടെ ഇലയും പൂവും തണ്ടും കറിക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ വിശേഷം മത്തങ്ങയെ പറ്റിയിട്ടാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ സ്ഥലപരിമിതി മൂലം 1-2 തൈകളാണ് മത്തത്തൈ നടാറുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ഒരു തൈ നടുകയാണെങ്കിൽ ചില തൈകൾ പെൺപൂവ് മാത്രം ഉണ്ടായി. എനിക്ക് ഇതേപോലെ തന്നെ പെൺപൂവ് മാത്രം ഒരു തൈയിലുണ്ടായി, ആൺപൂവില്ല. അപ്പോൾ പരാഗണം നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 5-8 പെൺപൂക്കൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് ഒഴിവാക്കാനാണ് മിനിമം ഒരു 5 തൈയെങ്കിലും നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മത്ത നടുമ്പോൾ ഒരു 5 തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം. പരിചരണത്തോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കൃഷി കൂടിയാണ് മത്ത കൃഷി. 120 ദിവസത്തിൻ്റെ ഉള്ളിൽ മത്ത പൂവിട്ട് കായ്ച്ച് നമുക്ക് വിളവെടുക്കാം. മത്ത വിത്ത് പാകുന്ന തടം കരിയിലിട്ട് കത്തിക്കണം. കാരണം മത്തൻ വണ്ടുകൾ ഈ കരിയിലയിൽ മുട്ടയിട്ട് ഈ പുഴുക്കൾ മത്തയുടെ വേരുകൾ തിന്ന് നശിപ്പിക്കും. ഇത് ഒഴിവാക്കാനാണ് മത്ത നടുന്ന തടം കരിയിലിട്ട് കത്തിക്കണം എന്ന് പറയുന്നത്. ഇതാണ് മത്തയുടെ പെൺപൂവ്. ഇത് പൂ വിരിയുന്നതിന് മുന്നേ തന്നെ ഇതിൽ കായ്ച്ച കുത്തിയിട്ടുണ്ട് കേട്ടോ. കായ്ച്ച കുത്തിയിട്ട് അതിൽ മുട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഈ പൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആൺപൂവിൻ്റെ പൂമ്പൊടി വെച്ച് കൊടുക്കുകയാണ്. മത്തന് 2ാം വളം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തടത്തിലത്തെ മണ്ണൊക്കെ ഒന്ന് നീക്കി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുണ്ട്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മീതെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സൂപ്പർ മീൽ. ഈ സൂപ്പർ മീലും വെണ്ണീറും ചാണകപ്പൊടിയൊക്കെ ഉള്ളൊരു മിശ്രിതമാണ്. ഇതിലേക്ക് നമുക്ക് ഈ സൂപ്പർ മീലും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓരോ പ്രാവശ്യം വളം ഇട്ട് കൊടുത്താലും അതിൻ്റെ മീതെ മണ്ണ് കയറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ മത്ത പൂവിട്ട് കായ്ക്കാത്തതിന് കാരണം നമ്മൾ കൊടുക്കുന്ന വളത്തിൽ നൈട്രജൻ വളം കൂടുതലുള്ളത് കൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൽ നൈട്രജൻ്റെ അളവ് കുറയ്ക്കുകയും പിന്നെ പൊട്ടാഷ് വളങ്ങൾ കൂടുതൽ കൊടുക്കുക, അതേപോലെ തന്നെ സൂക്ഷ്മമൂലകങ്ങളും കൊടുക്കുകയാണെങ്കിൽ മത്ത നന്നായി പൂവിടുകയും കായ് പിടിക്കുകയും ചെയ്യും. പിന്നെ കൂടുതലുള്ള ഇലകൾ നുള്ളിക്കളയുക. അതേപോലെ തന്നെ സൈഡിലുള്ള ചെറിയ ശാഖകളും കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മത്ത നന്നായിട്ട് പൂവിടും കായ പിടിക്കുകയും ചെയ്യും. അടുത്തതായി മത്തയിൽ കണ്ടുവരുന്ന ഒരു കീടമാണ് കായീച്ച. കായീച്ച കുത്തിയിട്ട് ധാരാളം കായകൾ ചീഞ്ഞു പോവും. അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള ഒരു കെണിയാണ് ഫിറമോൺ കെണി. ഇതിൽ കായീച്ച ചത്ത് കിടക്കുന്നത് കാണാം. കായീച്ച പൂവ് വിരിയുന്നതിന് മുമ്പ് തന്നെ പെൺപൂവ് വിരിയുന്നതിന് മുമ്പ് തന്നെ കായീച്ച കൊത്തും. അപ്പോൾ ചെറുതായിട്ട് രൂപപ്പെട്ടാൽ തന്നെ ഇതിനൊരു ചെറിയൊരു നെറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കായീച്ചയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ട കായീച്ച കുത്തിയിട്ട് നാശമായ ചെറിയ മത്തങ്ങയാണിത്. ഇതാണ് കായീച്ച. അപ്പോൾ ഇവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിറമോൺ കെണി, പിന്നെ അതേപോലെ തന്നെ തുളസിക്കണി, പഴക്കണി മുതലായവ വെച്ച് കൊടുക്കാം. മത്തയില തിന്ന് നശിപ്പിക്കുന്ന ഒരു കീടമാണ് മത്തൻ വണ്ട്. ഇത് 2 കളറിൽ കാണപ്പെടുന്നു. ഓറഞ്ച് കളറിലും കറുപ്പ് നിറത്തിൽ. ഇത് ഓറഞ്ച് കളറിലുള്ളതാണ്. ഇത് ഇല തിന്ന് നശിപ്പിക്കുന്നതിന് പുറമെ തണ്ടും വള്ളികളിലൊക്കെ ഇരുന്ന് കാർന്ന് തിന്ന് അതും നശിപ്പിക്കും. അപ്പോൾ ഈ വള്ളികളുടെ ഉള്ളു തുറന്ന് തിന്നുന്നത് കൊണ്ട് വള്ളികളൊക്കെ വാടിപ്പോവും. അപ്പോൾ ഇവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 5% വീര്യമുള്ള
വേപ്പെണ്ണ, വെളുത്തുള്ളി, ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെറിയ തൈകളിലാണ് കൂടുതലായിട്ട് ഇത് കാണാറ്. അപ്പോൾ അതിൻ്റെ ഇല പെട്ടെന്ന് തിന്ന് നശിപ്പിക്കുന്നത് മൂലം തന്നെ ഈ ചെടി നശിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം.